നെയ്യാറ്റിൻകര സമാധി കേസിൽ കല്ലറ പൊളിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് സബ് കളക്ടർ. അതേസമയം നെയ്യാറ്റിൻകര സമാധി കേസിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടത്തുന്നു. ഗോപൻ സ്വാമിയുടെ മക്കളും അഭിഭാഷകനുമായിട്ടാണ് പോലീസ് ചർച്ച നടത്തുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ചർച്ച. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നേരത്തെ സബ് കളക്ടർ ഈ ബന്ധുക്കളുടെയും ഭാഗം കേൾക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി മുൻകൈയെടുത്ത് സമവായ ചർച്ച നടത്തുന്നു. ഈ പ്രതിസന്ധി, ഈ വിവാദം എങ്ങനെ അവസാനിപ്പിക്കാനാണ് പോലീസ് നോക്കുന്നത്? ടിൻഡു. അനിൽ നമ്പ്യാർ, ഇത് ഇപ്പോൾ ചർച്ച നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഗോപൻ സ്വാമിയുടെ മക്കളുമായിട്ടുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സമാധിയുടെ മുന്നിലാണ്. എൻ്റെ പിറകുവശം കാണുന്നതാണ് ഈ സമാധി എന്ന് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്. ഇവിടെ നിന്നും 100 മീറ്റർ മാറിയാണ് വീടുള്ളത്. വീട്ടിൽ നിന്നും ഈ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമി രാവിലെ എഴുന്നേറ്റ് ഇളയ മകനോട് പറയുന്നു, എൻ്റെ സമാധിക്കുള്ള സമയം എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഈ സമാധി ഇരിക്കുന്ന ഈ കല്ലറയ്ക്കകത്ത് വന്നിരിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം മകന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ള, ഇളയ മകനായിട്ട് രാജസേനന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ള പൂജാവിധി പ്രകാരം പൂജകൾ ചെയ്തതിനു ശേഷം ഈ സമാധി സ്ലാബിട്ട് മൂടുന്നു. അതിനുശേഷമാണ് ഒരു കൂട്ടം നാട്ടുകാർ ഈ മരണത്തിൽ അല്ലെങ്കിൽ സമാധിയിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അവർ പിന്നീട് പോലീസിൽ പരാതി നൽകുന്നു. പോലീസാണ് പിന്നീട് വന്ന ഈ മരണത്തിൽ സംശയമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ സമാധി സംശയമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇത് പൊളിച്ച് കല്ലറ അല്ലെങ്കിൽ ഈ സമാധി പൊളിച്ച് പരിശോധന നടത്തണമെന്ന് പോലീസ് മുന്നോട്ട് പറയുന്നത്. അതിനുശേഷമായിരുന്നു 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ കല്ലറ പൊളിക്കണമെന്ന ആവശ്യം സബ് കളക്ടർ ഉന്നയിക്കുന്നത്. പക്ഷേ പിന്നീടായിരുന്നു രംഗങ്ങൾ വഷളായത്. ഇന്ന് രാവിലെ മുതൽ ഈ കല്ലറ പൊളിക്കുകയാണെങ്കിൽ ഇതിന് മുന്നിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് മക്കളും അതോടൊപ്പം തന്നെ ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും അറിയിച്ചതിനു ശേഷം അവർ ഈ സമാധിക്ക് മുന്നിൽ വന്നിരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു. പിന്നീട് ഇത് പല സംഘടനകളും ഏറ്റെടുത്തു. പിന്നീട് ഇത് നാട്ടുകാരും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായി. പോലീസിന് ഒരുപക്ഷെ ഇതിൽ ക്രമസമാധാന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പോലീസിന് ഇതിൽ സമയോചിതമായി ഇടപെടാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെ ഇത്തരത്തിലൊരു ആചാരപ്രകാരമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാമെന്നാണ് നേരത്തെ കുടുംബം അറിയിച്ചിരുന്നെങ്കിലും നോട്ടീസ് കൊടുക്കാതെയാണ് ഇത്തരത്തിൽ ഈ സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ചർച്ചയിലുടനീളം വരുന്ന ഒരു അഭിപ്രായവും ഇത് തന്നെയാണ്. കുടുംബം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഘട്ടത്തിൽ പോലും പോലീസ് ഇത്തരത്തിൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരിശോധന നടത്തുന്നുവെന്ന നോട്ടീസ് കൊടുത്തുകൊണ്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒരു കൂട്ടം നാട്ടുകാർ ഈ സമാധി ഇവിടുന്ന് പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കൂട്ടം നാട്ടുകാർ ഇത്തരത്തിൽ ഈ സമാധി പൊളിച്ചു മാറ്റണം. കാരണം ഈ സമാധിക്ക് അടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്, അതിനടുത്ത് അവരുടെ വീടുമുണ്ട്. അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് 5 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഇങ്ങനെ ഈ ഇത്തരത്തിൽ സമാധി ഉണ്ടാകുമെന്ന് കുടുംബത്തിനോട് അറിയിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വീട്ടുകാരുടെ അഭിപ്രായം. ഇന്ന് രാവിലെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അതോടൊപ്പം മറ്റ് പരിശോധന വിഭാഗങ്ങളൊക്കെ ഇവിടെ വന്നു. സമാധി പൊളിക്കുന്നതിനായിട്ട് ഇവിടെ വന്നിരുന്നു. പക്ഷേ കൂട്ടം കൂടിയ നാട്ടുകാരും അതോടൊപ്പം തന്നെ വീട്ടുകാർ ഇത്തരത്തിൽ സമാധി പൊളിച്ചു മാറ്റുകയാണെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഈ ആത്മഹത്യാ ഭീഷണി അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഒരുപക്ഷെ അത് ചർച്ച എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. നിലവിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടക്കുകയാണ്. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ ഒരുപക്ഷെ സമാധി പൊളിച്ച് പരിശോധന നടത്താനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് പോലീസും ചില നാട്ടുകാരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒന്നിലധികം നാട്ടുകാർ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സമാധി പൊളിച്ച് അത് ശരീരഭാഗങ്ങൾ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ശരിയായ രീതിയിലുള്ള മരണകാരണം എന്താണെന്ന് കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇവരുടെ ഈ പോലീസ്
പോലീസിൻ്റെയും അതുപോലെ നാട്ടുകാരുടെ അഭിപ്രായം. വീട്ടുകാർ അവരുടെ നിലപാടിൽ തന്നെ അവരുടെ വശത്ത് തന്നെ ഉറപ്പിച്ചു നിൽക്കുകയാണ്. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അച്ഛൻ ഇത്തരത്തിൽ സമാധി ആകുമ്പോൾ ഈ സമാധി ഇരിക്കാനുള്ള ഈ സ്ലാബുകളും മറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരമാണ് ഇത്തരത്തിൽ അച്ഛൻ രാവിലെ, അതായത് ഗോപൻ സ്വാമി രാവിലെ എഴുന്നേറ്റ് സമാധിക്കുള്ള സമയമായി എന്ന് അറിയിക്കുന്നതും പിന്നീട് ആ സമാധിയിലേക്ക് പോകുന്നതും സ്ലാബിട്ട് മൂടാൻ ആവശ്യപ്പെടുന്നതാണ് പറയുന്നത്. 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടാമത്തെ മകൻ രാജസേനന് ഇത്തരത്തിൽ സമാധിക്ക് ശേഷമുള്ള പൂജാവിധികളും മറ്റും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചുറ്റുപാടമൊക്കെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ പൂജയും മറ്റുമൊക്കെ ഉള്ള ഒരു വീടാണെന്ന് മനസ്സിലാവും. അതിന് വീടിന് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു കീർത്തിക്ക് വേണ്ടിയും ഇത്തരത്തിൽ സമാധിയാവുമ്പോൾ ക്ഷേത്രത്തിൽ ഒരു കീർത്തി വരുമെന്നൊക്കെ ഗോപൻ സ്വാമി പറഞ്ഞിട്ടുള്ളതായിരുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ക്രമസമാധാന പ്രശ്നമുണ്ട്. അതുകൊണ്ട് ചർച്ചയിലൂടെ മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അനിൽ നമ്പ്യാർ. പോലീസും നാട്ടുകാരിലെ ഒരു വിഭാഗവും ആശയക്കുഴപ്പത്തിലാണ്. നെയ്യാറ്റിൻകര സമാധി കേസിൽ കല്ലറ പൊളിക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ബന്ധുക്കളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് സബ് കളക്ടർ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം നെയ്യാറ്റിൻകര സമാധി കേസിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടത്തുന്നു. ഗോപൻ സ്വാമിയുടെ മക്കളും അഭിഭാഷകനുമായിട്ടാണ് പോലീസ് ചർച്ച നടത്തുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ചർച്ച. സ്ഥലത്ത് നിന്നും ടിൻഡു ദാസാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.